ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു നോ ഇത് അങ്ങനത്തെ സീരീസ് അല്ല. ഇനി സീരിയൽ, സിനിമ, നാടകങ്ങളൊന്നും നിങ്ങൾ ഈ വ്ളോഗിൽ അല്ല, നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ കാണുന്നതായിരിക്കില്ല. ആൻഡ് ദിസ് ഈസ് മൈ ബർത്ത്ഡേ വ്ളോഗ് ആക്ച്വലി. സോ എൻ്റെ ബർത്ത്ഡേ 27th ദാറ്റ് ഇസ് മൺഡേ. സോ ഐ തോട്ട് സാറ്റർഡേ സൺഡേ നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാം. വളരെ വിശേഷപ്പെട്ട അതിഥികൾ നമ്മളെ ഇന്ന് വ്ളോഗിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഒരു വിശേഷപ്പെട്ട അതിഥി ഓൺ ദ വേ ആണ്. വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാന്ന്. നിങ്ങൾ ഏവരും കാത്തിരുന്ന വ്യക്തിയുമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് സപ്രമഞ്ച, എന്തായിരുന്നു എൻ്റെ പേര്? സപ്രമഞ്ച, കറക്റ്റ് പഠിച്ചു. സപ്രമഞ്ച കട്ടിലുള്ള റൂമാണ്. വെരി അഫോർഡബിൾ, 1500 രൂപയേ ഉള്ളൂ. പ്രൊമോഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ ഹോട്ടൽ ഏതൊന്നും പറയുന്നില്ല. സോ ബേസിക്കലി നമ്മളിനി എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മളിനി കുളിക്കുന്നു, ഡ്രസ്സ് എടുക്കാൻ പോകുന്നു ബർത്ത്ഡേക്ക്. വേറെന്താ? ബാക്കി ഓൺ ദ വേ പ്ലാൻ ചെയ്ത്. നമ്മളങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് വള്ളിയൊന്നും ഇല്ലാണ്ട് എറണാകുളത്ത് വന്ന് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് സാധിക്കട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആശംസിക്കുന്നു. വിശേഷപ്പെട്ട വൃത്തിയായിട്ട ആൾക്കാരൊന്നും ഈ വഴിയിൽ കണ്ടുമുട്ടാണ്ടിരിക്കട്ടെ എന്നും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പാമ്പ് കടിക്കട്ടെ അവയൊക്കെ. അപ്പോൾ ഓക്കെ ഗൈസ്, ടാറ്റ. കുട്ടികൾ ടെൻഷനാണോ? നമ്മുടെ പപ്പു നമുക്ക് പോയാലും എന്നെയാണ് നോക്കുന്നത്. കുട്ടാ എന്ത് സാമ്പ്രദായിക കട്ടി, സപ്രമഞ്ചക്കട്ടിൽ കണ്ടസ്റ്റന്റ് നമ്പർ 1 കുട്ടിയും. ഹായ് ഹായ് പറ. വലുതാകുമ്പോ നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണ്ടേ? പാതയിലൂടെ പോകണ്ടേന്ന്. ഇത് നോക്കിയേ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? വേണ്ട വേണ്ട, നടത്തേലോട്ട് പോവാം. കഴിക്കാനുള്ളതല്ല, കാർ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഹൈഫൈ. ഹൈഫൈ താ. ഓക്കെ ഓക്കെ, ശരി പൊക്കോ. ബോള് തീർന്നില്ല. എവിടെ പോവാൻ? എനിക്ക് മതി, ഇനി പോട്ടെ. ഇനി പോവാൻ കുറച്ച് സമാധാനത്തിന് തള്ളത്. നല്ല സാധനങ്ങളാണല്ലോ ക്ലേ ഇഷ്ടമാണോ? പിന്നെ ഇഷ്ടമാണോ? അവന് 10 ഞാൻ അവളോട് പറഞ്ഞു. ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ. ഇവിടെ വന്നിട്ട് ഇൻസ്റ്റാമാർട്ടിന്ന് കഴിഞ്ഞു കേട്ടോ. ഡൺ. ഇൻസ്റ്റന്റ് സന്തോഷങ്ങൾക്ക് ഇൻസ്റ്റാമാർട്ട്. ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ക്ലയന്റ് ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ആ ഓക്കെ. 100% കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കേട്ടോ. ഓക്കെ. അത് കടിക്കാനില്ല. ഓക്കെ ഓക്കെ ഓ സെറ്റ്. ഇനി അങ്ങോട്ടറിയാം. വേറെ ഡയറക്ഷനിൽ അറിയോ? ഇങ്ങോട്ടാ അതെടി കടിച്ച് മതി കടിച്ചത്. ഇടട്ടെ? ഇട്. എനിക്കതിനുള്ള ശക്തിയില്ല ബസി. ഇല്ല, ഇത് നീ തന്നെ ഇടണം. ശരിയായോ? അയ്യോ എനിക്ക് വിടണം. എന്താണ് പറയാനുള്ളത്? ഹാപ്പി ബർത്ത്ഡേ. ഫുഡ് കഴിക്കാൻ പോവാണ്. എന്തായാലും ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ല കേട്ടോ.
ഡിഫറെന്റ് ആണ്. എത്തിയാ സെറ്റ് ചെയ്യണം. നല്ല മണം. നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇവിടെ അല്ല ഗിഫ്റ്റ് ഓൾറെഡി ഇവിടെ റിക്കിലിടും. ഇടൂന്ന് ഇട്ട് കേട്ടല്ലോ വ്ളോഗ് തന്നെ മണ്ടത്തി. വീഡിയോയുടെ മുന്നിലുള്ള തലബുദ്ധി മാത്രമുള്ള മന്ദബുദ്ധിയാ. നമ്മൾ കഴിക്കാനായിട്ട് അരിപ്പയിൽ വന്നു. ഇവിടെ ഒന്നുമില്ല കഴിക്കാൻ. ബിരിയാണി നെയ്ച്ചോറ് മാത്രം. ബിരിയാണി ഗ്യാസ് ഇല്ലല്ലോ. പിന്നെ പട്ടിക്കാട്ടി കിടന്നവർക്ക് ഇതൊക്കെ വലിയ കാര്യം തന്നെ. അടി മോളെ ഡി ഡി നീ കൊറേ നാളെ എന്നെ കൊച്ചായിട്ട് കാണുന്നത്. ഊബറിലേക്ക് എണ്ണി ബസ് കയറി വരും. 2 മണിക്കൂർ എടുക്കാൻ വരാം. ഇതെന്റെ വ്ളോഗാ. ഇതൊന്നും ഞാൻ ഇടാണ്ടിരിക്കും. ലൈൻ കട്ട്. എന്ത് പതി പറഞ്ഞേ? ഫുഡ് കഴിക്കാൻ വന്നു. എന്ത് പറഞ്ഞേ? തിന്നേ. അത് ബിരിയാണി ചായ ഇത് എടുത്തില്ല. ഞാൻ കറുത്തിരിക്കുക. നിനക്ക് കളറില്ലാത്ത ഞാൻ ഉണ്ടാക്കണം. അല്ലോ ഡിസ്ക്രിമിനേഷൻ. എല്ലാവരെയും പറ്റി മോശം പറയുന്ന ഒരു കൂട്ടുകാരി എനിക്കുണ്ട്. എന്തായാലും ഞാൻ ഓക്കെ പറഞ്ഞല്ലോ. അപ്പൊ അഡ്വാൻസ് ഇട്ടൊക്കെ സിനിമ നടി വലിയ ബിസിനസ്സുകാര്. അത് ശരി. അത്രേ ഉള്ളൂ. ഞാൻ ഓക്കെ പറഞ്ഞ പൈസ വേണം. പൈസ ഇട്ടിട്ടുള്ള പരിപാടിയേ ഉള്ളൂ. ഞാൻ കഫേ ഓൺ ചെയ്യാൻ പോവാ. ബൈ ഗൈസ്. ഫുഡ് വരുമ്പോ വരാം കേട്ടോ. ഫുഡ് കഴിച്ചിറങ്ങി ഫോട്ടോ എടുക്കാൻ പോവാണ് കേട്ടോ. സിനിമ നടി അമ്മേ ഇപ്പം പടമായനെ. ബാബ വണ്ടി എടുക്ക. നീയാണോ ഓടിക്കുന്നത്? ബാബ വെസ്റ്റ് സൈഡ്. വെസ്റ്റ് സൈഡ്. ലൊക്കേഷൻ ഇറങ്ങണല്ലേ? ബർത്ത്ഡേക്ക് ഡ്രസ് വാങ്ങാൻ ഹസീന്റെ വക ഷോപ്പിംഗ്. എന്നെ വെച്ച് കൊറേ ഉണ്ടാക്കിയതല്ലേ. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഫസ്മിന. എന്താണ് കുറച്ച് വരകൾ? തിരിയൂ. ആ വര പ്രദർശിപ്പിക്കൂ. ഇവിടെ ഇവിടെ ഇവിടെ. നാടോടി നൃത്തം പാട്ട്. ഇതായിട്ടോണ്ട് വരുന്നെങ്കിൽ എന്റെ ബർത്ത്ഡേക്ക് വരണ്ടെന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ബർത്ത്ഡേക്ക് വന്നിട്ട് ഒരു ഡ്രസ്സ് പോലും കിട്ടി. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഗോവ സെറ്റപ്പിലോട്ട് പോകാം. എങ്ങനെയുണ്ട്? റൈറ്റിയോ സാന? ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കണോ? റുക്സാനില്ല. സാന ഇതാ. എന്തടി മോളെ. ഗൈസ് അപ്പൊ നമ്മള് റെഡി ആയിട്ട് സിനിമയ്ക്ക് പോവാണ്. അപ്പൊ ഇനി സിനിമയ്ക്ക് പോയിട്ട് ബാക്കി നാളെയാണ് ബർത്ത്ഡേ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ. കാണിക്കുക, ആക്ഷൻ കാണിക്കുക. അപ്പൊ ഇനി ബാക്കി നാളെ കാണാം. ചാച്ച ഗുഡ് ബൈ. ബാക്കി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട അത് വ്ളോഗ് തീർന്നിട്ടാ. തീർന്നില്ലേ? ഇനി ഇവിടെ ഇങ്ങനെ പൊത്തണം. പോയി പൊത്ത്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 11 മണി. പുതിയ അതിഥി. എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എന്ത് പറയാൻ? കൊറേ റീൽസ് ഇരുന്ന് കാണും, കര പറയും. ഇതൊക്കെ തന്നെ ജീവിതം. ബർത്ത്ഡേ ആയിട്ട് ഫുഡ് പോലും തരുന്നില്ല. കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ പണ്ട് തൊട്ടുള്ള അതിഥിയാ. എന്താ പറയാനുള്ളത്? ഇത് തന്നെ. ഇതൊക്കെ തന്നെ. ആർക്കും ഒരു ഇതില്ല നമ്മുടെ ബർത്ത്ഡേ ആയിട്ട്. 11 മണി നമ്മള് തന്നെ. രാത്രി ഫുഡ് ഓർഡർ ആക്കിട്ട് ഫുഡ് വന്നില്ല. എന്നിട്ട് ഉറങ്ങി. ഞാൻ മേക്കപ്പ് ഇട്ടാടി ഉറങ്ങി കണ്ട. എല്ലാരും മേക്കപ്പ് സുധീ മേക്കപ്പ് ഇട്ട്. അവിടെ ഉണ്ട്. ഞാൻ കഴിക്കളഞ്ഞു. രാവിലെ എണീറ്റ് കഴിക്കല്ലേ. ഞാൻ തന്നെ ഒരു കേക്കൊക്കെ വാങ്ങിച്ച് ഞാൻ തന്നെ ആഘോഷിക്കാൻ പോണേ. ഞാൻ നിനക്ക് കാണിച്ചാൽ കേട്ടോ. ഈ ഒരു വെടലുകളെയും ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ പിങ്ക് കളറില് ഈ ഡ്രസ്സിലുള്ള പിങ്ക് കളർ കഫേയിൽ പോവാ നമുക്ക്. നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാ. രാത്രി
തിന്നാൻ തന്നു എന്നിട്ട് വിശന്ന് ഉറങ്ങിയ മനുഷ്യൻ. അത് ഉറങ്ങി പോയിട്ടല്ലേ രാത്രി 3 മണിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞ് ഫുഡ് ഓർഡർ ചെയ്യായിരുന്നു. ഞാൻ നോക്കുമ്പോഴത്തേക്കും പോത്ത് പോലെ കിടന്ന് ഉറങ്ങി. നീ ഉറങ്ങി സഭ അതേ ഒരു തർക്കിക്കല്ലേ കള്ളി അവൾക്ക് എന്റെ ബർത്ത്ഡേക്കിടെ അവള് പിങ്ക് ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അവള് വേറെയും ഡ്രസ്സ് കൊണ്ടുവന്നിട്ടാണ്. അവളെ ബാക്കപ്പും കൊണ്ടാണ് വന്നേക്കുന്നത്. അവളെ എനിക്ക് ഡ്രസ്സ് ഉണ്ടോ എന്ന് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. നിനക്ക് ഡ്രസ്സില്ലേ? നിനക്ക് ഡ്രസ് ഉണ്ടോ? എന്റെ ബർത്ത്ഡേക്ക് ഇടാൻ ഡ്രസ് ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. നിനക്ക് ഡ്രസ്സില്ലേ? നിനക്ക് ഡ്രസ് ഉണ്ടോ ബർത്ത്ഡേക്ക്? എല്ലാവർക്കും ഡ്രസ് ഉണ്ട് അല്ലേ? ഞാൻ എന്തിടും പറ. കണ്ണിൽ ഇപ്പോഴും തിളക്കം ഇരിക്കുന്ന കളർ കൊടുത്തല്ല ഞാൻ വരുമ്പോ ഇവളെന്നെ മാറ്റും. കണ്ണിൻ തഴലിൽ ഇടിച്ച സൈഡില് സൂര്യൻ ഇച്ചിരി ഉദിക്കുന്നുണ്ട്. എവിടെ ഇരുന്നാലും എന്റെ മുഖത്ത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ? അപ്പൊ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഫസിമോൾക്ക് ഡ്രസ്സില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സുണ്ട്. ഫസിമോൾ വിഷമത്തിലാണ് നമ്മൾ ഡ്രസ്സ് മേടിക്കാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു കണ്ടിട്ട് ഉപ്പിളിയാണ് ഒറിജിനലാ. ബർത്ത്ഡേക്ക് ഇടാനൊരു ഡ്രസ്സ് പോലും ഇല്ല. എന്താ ചെയ്യാ, എല്ലാ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഡ്രസ്സുണ്ട്. നമുക്ക് ഡ്രസ്സില്ല. നമ്മുടെ പാർട്ടിക്കാണ് വരുന്നത്. നമ്മുടെ ഉള്ള ഡ്രസ്സ് അതേ ഇവിടെ തൂക്കിയിട്ടേക്കുന്നത് ഒരു ഡ്രസ്സ്. എന്നാലും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡ്രസ്സുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ സങ്കടം. എന്താ ചെയ്യാല്ലേ? 10-25 വീഡിയോ എടുക്കാന്ന് ഓർത്തില്ല. നമ്മൾ ഈ ബർത്ത്ഡേക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ എനിക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ വർഷം ബുക്ക് വണ്ട തന്നെ എന്നെ ഒരു 4 പറ്റിച്ചു. സ്വർണ്ണമാണെന്ന് വിചാരിച്ചു. സാരില്ല, പോട്ടെ, സാരമില്ല. അടുത്ത കര വരുന്നുണ്ട്. വീഡിയോ ആണിത്. നീ ഇന്നലെ മേക്കപ്പ് കളഞ്ഞില്ലല്ലോ. ഇതിന്റെ മുഖം നോക്കിയ കണ്ണടച്ച് ഒന്നും പറ്റിയില്ല. ഓക്കെ ലൈവാണോ? ലൈവല്ല ഇത്, പിന്നെ ലൈവല്ലേ. നമ്മുടെ വീഡിയോ റിലീസ് ആയിട്ടില്ല. ഈ വീഡിയോ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ബർത്ത്ഡേയുടെ വീഡിയോ റിലീസാവും. ഇന്നിറക്കും. ഈ വീഡിയോ നാളെ വരും. അത്ര വെളുപ്പ് വേണ്ട കേട്ടോ. ഈ സൈഡില് സൂര്യൻ വരുന്നുണ്ട്. അത് ഹൈഡ്രാ ഫേഷ്യലും അങ്ങനത്തെ കൊറേ കട്ടി കേട്ടോ. അത് കട്ടി കൊറേ സാധനം ഉണ്ടല്ലോ. സ്കിൻ കെയർ വീഡിയോ എന്താടി എനിക്കെന്താ? മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, വെയിലിൽ നിന്നും പ്രൊട്ടക്ഷൻ തരാം. ഞാൻ ബാഗിലേക്ക് എടുത്തോട്ടെ. പാവമാണ് കൊടുത്തിട്ട് ആർക്ക് കൊടുക്കാൻ. ഫസി ഇടുന്നില്ലേടി? ഫസിക്ക് തരില്ലല്ലോ. ഫസിക്ക് ഡ്രസ്സും ഇല്ല, ഒന്നുമില്ല. ഒരു കണ്ണാടി കൊണ്ട് ഒരു 100 പേരുണ്ട് അതിന്റെ മുന്നില്. ഒരു ഉളുപ്പും ഇല്ലാണ്ട് എന്റെ ഡ്രസ്സ് ഇട്ടേക്ക് നോക്കിക്കോളെ. ഇന്നലെ വാങ്ങിച്ചുള്ളൂ. നിന്നല്ല, അവള് അത് മൈൻഡ് ആക്കുന്നില്ല. അടുത്ത ഐറ്റം നോക്കുവാണ് ബാഗില്. നമ്മളിപ്പോ ഡ്രസ്സ് വാങ്ങാനാ പോകുന്നത്. മേക്കപ്പിന്റെ ആവശ്യമില്ല. അല്ല ഇത് സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണോ? അത്രയും വെയിലിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്താൽ മതി. ഒരുപാട് പ്രൊട്ടക്ഷൻ വേണ്ട. അവക്കിതൊന്നും നമ്മളെ ആരും എന്താ കഴിക്കാൻ പോന്ന? ഫുഡ്.
നമ്മൾ പുട്ട ഫാമിലിയാണ്. സുലൈമാനി ഹായ്. അവിടെ വേറെ കണ്ടന്റ് എടുക്കുന്നത് ഒരാളെടുത്തില്ല. ആർക്കും വേണ്ട. ഇത് നോക്കുക, അവർക്ക് വാഴ വിട്ടേക്കുന്നുണ്ടോ? നമുക്ക് സ്റ്റാൻഡേർഡ് ആൾക്കാർ. യെസ് യെസ്. മുതുവാഴകൾ 2 അധികം കളിച്ച പ്ലേറ്റ് കൊണ്ട് എടുത്ത് വെച്ചിട്ട് ജേഴ്സിയുടെ ബാക്കിൽ എഴുതിക്കുന്നുണ്ട് അതേ പുട്ടെന്ന്. നമ്മളെ കളിയാക്കിയ ടീംസ് ആണ് ഇപ്പൊ ഞങ്ങളുടെ നമ്മളെ എസ്തെറ്റിക് വീഡിയോ കിട്ടാൻ വേണ്ടി എടുക്കുന്നത്. ഇവിടെ ഇവിടെ ഇതെന്നും കഴിക്കുന്നതാണ് ചോറ്. ഇതുപോലെ ചമ്മന്തിപ്പൊടി എല്ലാരും കഴിക്കാറുണ്ട്. പ്രോൺസ് വരുമ്പോ ചോദിക്കരുത് കേട്ടോ, അത്ര പറയാനില്ല. ഞങ്ങള് വേറെ ഓർഡർ ചെയ്യും. ആയിക്കോട്ടെ. വെള്ളം എടുക്കട്ടാടി. പൈസ കൊടുക്കണം 20 രൂപ കൊടുക്കണം. ആ സാധാ വെള്ളം കൊടുത്താൽ മതി. ഫിഷ് കറി പ്രോൺസ് ഇവിടെ കേട്ടോ. ഓക്കെ പ്രോൺസ് ഇവിടെ വെക്കണമെന്ന്. ഓക്കെ പുട്ട് പുട്ട് പുട്ട്. ഓക്കെ മാർബിൾ പുട്ട്. ആ ചേട്ടാ ഒരു പുട്ടാണോ പറഞ്ഞത്? മൊത്തം കഴിക്കും. 2 പുട്ട് മേടിച്ച് കഴിക്കുക. കഴിക്കൂല. ഇല്ലല്ലോ. എന്താ കൂടുതൽ അളവ് ഇവിടെ? ഞാൻ നോക്കുക പ്രോൺസ് വരുന്ന ഇവിടെ വെക്കണം. പ്രോൺസ് അതിവിടെ വെക്കോളൂ. ഇവിടെ സ്പേസ് അതിനാ. ഈ പച്ചതിൽ കുറച്ച് ഇത് ബാക്കി വെച്ചിട്ട് പായസം കൊള്ളത്തില്ല കേട്ടോ. ഞങ്ങക്ക് വേണ്ടല്ലെങ്കിലും മണത്തി നോക്കിയതല്ലേ. പായസം കൊടുക്കില്ല. പൈസ ഒരു പൈസ ചെമ്മീൻ വേണി 2 ലക്ഷം തരാം. കൊച്ചിന് കുറച്ച് പായസം കൊടുക്ക്. ആ ഇവിടെ 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 സ്ഥലമില്ലേ. ഒരു പായസം എങ്ങനെ ഡീൽ എങ്ങനെ പായസം തരുന്നുണ്ടോ? പായസം തന്നാ 2 ലക്ഷം ചെമ്മീൻ. രാഗി തരും. രാഗി തരുന്നതാണോ? ചേട്ടാ ഒരു പൈസ എക്സ്ട്രാ ചോദിക്കണ്ടേ? ചോദിക്കാം. ചേട്ടാ ഒരു പായസം എക്സ്ട്രാ തരോ? കേട്ടോ തരത്തില്ല. എവിടെ എങ്ങടെ കൈ നീട്ടണേ? എങ്ങടെ കൈ നീട്ടണേ? നോ 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 നോ. ഞാൻ അങ്ങോട്ട് കൈയിട്ട് വാരും. ഞങ്ങൾ എടുത്തിട്ട് ബാക്കിയുണ്ടോ നോക്കട്ടെ. പരിപ്പര കൊടുക്ക്. ഒത്തിരി നത്തി വെച്ചിട്ടാ സ്പൂൺ വെച്ചിട്ടാ. സ്കോർ 1. നമുക്ക് പ്രോൺസ് കഴിക്കാം. എടുക്ക്. നമ്മളെ എച്ചിന്ന് വിളിച്ചു. കുഴപ്പമില്ല, നമ്മളെ ഇല്ല, കുഴപ്പമില്ല. പപ്പടം എടുക്കട്ടെ. പപ്പടം നിങ്ങൾക്കല്ല, പുട്ടിനാണ് പപ്പടം. കൊറേ പപ്പടം ഉള്ളതുകൊണ്ട് പപ്പടം വേണോ? വേണ്ട അത് തരുന്നില്ല. എന്ത് രസം പച്ചമോരല്ല നിങ്ങളുടെ? നിങ്ങൾക്കാണിതെല്ലാം. ഓക്കെ എന്നാ കടലെട് തിന്നിട്ട് പറ ടേസ്റ്റ്. വീഡിയോ എടുത്താൽ ആരും ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് പുട്ട് കുഴക്ക, കടലക്കറി കുട്ടി, ഒരു ചെമ്മീൻ വെക്ക, കുറച്ച് പപ്പടം കുഴക്ക, ഫുഡ് ബ്ലോഗറായിരുന്നു പറഞ്ഞത്. എന്നിട്ട് തിന്നാം. ടേസ്റ്റ് ഇല്ലേ? ചെമ്മീൻ വെള്ളം കഴിക്കട്ടെ കേട്ടോ. വേണം താഴെ അതിൻ്റെ ഫുഡ് ഉണ്ടേ. റൗഡി സെറ്റപ്പാ. ഫുഡ് എങ്ങനെ ഉണ്ടായി? ഫുഡ് അടിപൊളിയാണ്. പൈസ കൂടുതല കേട്ടോ. കടയുടെ മുന്നിൽ നിന്നിട്ട് പറയുന്നത് പൈസ കൂടുതലാണ്.
ചെമ്മീനും പറഞ്ഞ 2 ഊണും. ഒരു ഊണിനാണ് 300 രൂപ. മനസ്സിലാവുന്നുണ്ട്. അതാണ് നീ അവിടെ ബാക്കി വെച്ചത്. കറി മൊത്തം ബാക്കിയല്ലേ വെച്ചത്? കറി എനിക്ക് ഇഷ്ടമല്ല. 300 രൂപ കളഞ്ഞു. അത് കട്ടിയാണ്. ഗേൾസ് പീച്ചെ മുട്കെ ദേഖോ. വിഷമിച്ച് നിൽക്കുന്ന ഫസീനെയാണ്. അവിടെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഫസി ഇവിടെ എത്തി. നീ വോയിസ് ഓവർ നീയാണോ? ഞാൻ സംസാരിക്കണ്ടേ? പറഞ്ഞോളൂ. വോയിസ് ഓവർ ചെയ്ത് ശീലമായി. നമ്മളിങ്ങനെ ആക്ഷൻ കാണിച്ചാൽ മതി. തപ്പ് നീ തപ്പ്. മോള് തപ്പടാ. ഫസി ഫൈൻസ്. കട്ടം വെച്ചിട്ട് വെച്ചേക്കുന്നത് ഒന്നും കിട്ടുന്നില്ല. അവസാനം തല ചൊറി. ഇതൊക്കെ അവള് കട്ട് ചെയ്യും. അതെന്താ? അത് മിഡിയാണോ അതോ? മാത്രം കട്ട് ചെയ്തിട്ട് നല്ല ഭാഗം അവള് മാത്രം. ഫസി അതെന്തായിട്ടാ എനിക്ക് തോന്നുന്നേ? അതിനെ പറ്റി ഒരു റിവ്യൂ. എനിക്ക് സംസാരിക്കാൻ ചില വിഷയങ്ങൾ എനിക്ക് താല്പര്യമില്ല. അത് കൊള്ളാം. നീ ഇട്ടോ, നീ ഇട്ടോ, നീ എടി അത് നല്ലതാ. നീ ഇട്ടോ. നല്ല ഡ്രസ്സ് കണ്ണി പിടിക്കില്ലേ ഇത്? അല്ലേ? അപ്പൊ ഓടിക്കോ. രാഗി ഫൈൻസ്. രാഗി ഫൈൻസ്. കിടിലം. ഫസി 3 പൈസ. ഇത്ര കിടിലോ ആവല്ലേ? ഇത്ര സെറ്റപ്പ് ആവണ്ട. ഞങ്ങളിത് മിനിമൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. Too much. Too much. ഫസി ഫസി ഫസീസ് റിയാക്ഷൻ. ഓടി. റിയാക്ഷൻ മുഖത്തായിരുന്നു റിയാക്ഷൻ. ഓടി. പ്രശ്നമുണ്ടോ നിനക്ക് എന്നോട് ഇപ്പോഴും? വൈരാഗ്യം വെച്ച് പെരുമാറുന്ന ഒഫീഷ്യൽ സഫ ഒഫീഷ്യൽ സഫ അപ്പൊ ഒഫീഷ്യലാവും. നമ്മളെ ഇട്ട് നോക്കിയ ട്രൈ ചെയ്താ അത് ഓർമ്മ ഉണ്ടെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തു. ഫസ്റ്റ് നീ അത് കണ്ടായിരുന്നോ? എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ വിട്ടു ആ കേസ്. അതൊരു വിട്ട കേസ്. ആ പാട്ടിന് കൊള്ളാം. അതൊരെണ്ണം ഞാൻ എടുക്കാൻ പോവാം. എന്താണ് പറയാനുള്ളത്? കര പിന്നെ കാണാം. ഫസി പറ. അല്ല ഒരു ബോയ് ഫ്രണ്ട് അല്ല ഗേൾ ഫ്രണ്ട് അല്ല. അത് കട്ട് ചെയ്യണേ. അല്ലേലും വിവാദങ്ങൾ ഒപ്പിയെടുക്കാൻ എന്റെ ഒരു കഴിവ്. ഇവിടെ ഇഷ്ടമായില്ല. നമ്മൾ അടുത്ത അവിടെ പോട്ടാ. നിക്കുന്ന എവിടെ നോക്ക്. അടുത്ത അവിടെ പോമോ? പാക്കപ്പ്. എവിടെ പോകുന്നത്? തായ്ലൻഡോ? രാഗി 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 ഇറങ്ങ. ഓയ് കൊറച്ച് ലൂസിന്റെ പ്രശ്നം ഉണ്ടെന്നേ ഉള്ളു. എടി എവിടെ എടി നീ കേറിയത്? പക്ഷെ ഇത് രസമുണ്ട് കേട്ടോ. ഇത് കുറച്ച് വണ്ണം തോന്നിക്കുന്നു. ആ ഇത് കുറച്ച് വണ്ണം തോന്നിക്കുന്നുണ്ടടി. സീരിയസ് ആയിട്ട്. ആ ഫ്രണ്ട് മറ്റേ സാധനം ഉണ്ട്. മറ്റേ മഗ് ഷോട്ട് പോലെയാണ് നിക്ക്.
എന്റെ സെലക്ഷൻ നല്ലല്ലേ? ജ്യൂസ് കള്ളി. എടി ഫസ്റ്റ് എനിക്കൊരു പെർഫ്യൂം മേടിച്ചു തരോടി. പർപ്പിൾ പർപ്പിള് പർപ്പിള്. നന്മയുള്ള ലോകമേ. കഷ്ണം കൊടുക്കാണ്ടിരിക്കാനാ. എവിടെ പോകുന്നിനി? മുകളിൽ ചായ കുടിക്കുക. നീ തരത്തില്ല. ഹണിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ഹണിയുടെ ബോയ് ഫ്രണ്ടിന്റെ പേരെന്താന്ന് വെച്ചാൽ ഇതില് കോഫിയിൽ തികയത്തില്ല. അതിൽ ചായയില ഓർമ്മ മതി. ഒരു കട 4 കിച്ചൺ. പഞ്ചസാര ഇടുന്നില്ല, കള്ളി. നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വന്നതാണ്, പക്ഷെ നമ്മളെ കേക്ക് കട്ട് ചെയ്യാൻ അനുവദിച്ചില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേറെ സ്ഥലത്തേക്ക് കട്ടി. അപ്പോൾ നമ്മൾ രാത്രിത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ അത് സെറ്റ് സ്ഥലമാണ്, പക്ഷെ ഭാഗ്യമില്ല. നിന്റെ അത്ര മിനുസും ഇല്ല കണ്ണില്. അപ്പോൾ വ്ളോഗ് എഡിറ്റ് ചെയ്ത് അവസാനം എത്തിയപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഇല്ല. ബർത്ത്ഡേ വ്ളോഗായിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഇല്ല. ദിസ് സൗണ്ട്സ് റിയലി വിയേർഡ്, ഐ നോ. പക്ഷേ ഏൽപ്പിച്ച ആള് ഇത്തായാണ്. വളരെ മനോഹരമായിട്ട് പുള്ളിക്കാരി കേക്ക് കെട്ടിയാനൊക്കെ എൻ്റെ കൂടെ നിന്നിട്ട് ആ വീഡിയോ പകർത്താൻ മറന്നുപോയി. ആൻഡ് ബേസിക്കലി പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളിക്കാരിക്ക് അങ്ങനെ വ്ളോഗൊന്നും അധികം എടുക്കാറില്ല. പിന്നെ നമ്മൾ ഇതുവരെ എവിടെയും പോകുന്ന വ്ളോഗ്സ് ഒന്നും എടുക്കാത്തതുകൊണ്ട് ക്യാമറ എപ്പോഴും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കണം എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ആ കേസ് അങ്ങ് വിട്ടുപോയി. വി ആർ വെരി ഹാപ്പി. കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, സോ അതങ്ങനെ മറന്നുപോയി. അപ്പോൾ നെക്സ്റ്റ് ടൈം വ്ളോഗ് എന്തായാലും സെറ്റ് ആക്കുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഈ വീഡിയോ ഞാൻ 27 ഇന്നാണ് പോസ്റ്റ് ചെയ്യുന്നത്. 27 ആയിരുന്നു ബർത്ത്ഡേ. എഡിറ്റ് ചെയ്ത് കുറച്ച് ലാഗായി പോയി. ആൻഡ് ഓൾസോ സഫയുടെ കൂടെ ഞാൻ ഇൻസ്റ്റയിൽ റീൽ ഇട്ടായിരുന്നു. ബർത്ത്ഡേക്ക് അവൾ എന്നെ മെൻഷൻ ചെയ്ത് റീല് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ കുറേ പേര് റീക്രിയേറ്റ് ചെയ്ത് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കുറേ ഗ്രൂപ്പിൽ ചർച്ച വന്നിട്ടുണ്ട്, എങ്ങനെ ഇവളോട് സംസാരിക്കുന്നത്, ഉളുപ്പില്ലാത്ത നായ്ക്കൾ, തൊലിക്കെട്ടി, മറ്റത് മറിച്ചതെന്നൊക്കെ. ഞാൻ എന്തായാലും നെക്സ്റ്റ് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഞാൻ അവളോട് മിണ്ടിയ കാരണം എന്തുകൊണ്ടാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയത് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ദിസ് ഇസ് എ ബർത്ത്ഡേ വ്ളോഗ്. അപ്പോൾ ഇതിലത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ ഒരു വീഡിയോ പോലും ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചില്ല. എൻ്റെ ആ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ മിസ്സായതുകൊണ്ടാണ് ഞാനിപ്പം ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. സോ ഇനി ഇഷ്ടംപോലെ വ്ളോഗും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. നമ്മൾ ഷോപ്പിനോട്ടുള്ള പർച്ചേസിങ്ങിൻ്റെയും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഡു സബ്സ്ക്രൈബ് ആൻഡ് യാ, ഹാവ് എ ഗുഡ് ഡേ. ബൈ.